അനിമോൾ കഥ പറയാണ്. അനിമോളുടെ കഥയുടെ പേര് പെണ്ണൊരുത്തി. തമ്പാനൂരിൽ നിന്നും ചെന്നൈയിൽ പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ബസ് വന്നു. അങ്ങനെ അവളെ യാത്രയാക്കാനായിട്ട് അവളുടെ കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേരാണ് അരവിന്ദ്. ചെന്നൈയിലേക്ക് അവൾ 12 മണിക്കൂർ യാത്ര ചെയ്യുകയാണ് ബസ്സിൽ. അങ്ങനെ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിനകത്ത് അവൾ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഹോട്ടലിൽ കയറുന്നു, പൊതിച്ചോറ് കഴിക്കുന്നു. അതെല്ലാം വരുമെന്ന് അനിമോൾ പറയുന്നുണ്ട്. തടിമില്ലിൻ്റെ മാനേജറായിട്ടാണ് അവൾക്ക് അവിടെ ജോലി കിട്ടുന്നത്. അങ്ങനെ അവൾ തടിമില്ലിൻ്റെ ഫ്രണ്ടിൽ വരുന്നു. അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നു. ആ സെക്യൂരിറ്റിയുടെ പേര് ഷാനവാസ് എന്നാണ്. സുന്ദരിയായ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആ വാച്ച്മാൻ്റെ കണ്ണിലൊരു കുളിർമ വന്നു. അയാൾ പറയുന്നുണ്ട്, ഞാൻ മലപ്പുറംകാരനാണ്, മലയാളിയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ അയാൾക്കൊരു ഇഷ്ടം തോന്നുന്നു. പക്ഷേ അയാളെ മൈൻഡ് ചെയ്യാതെ ആ പെൺകുട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഓണർ എവിടാന്നൊക്കെ. അപ്പോൾ ഓണർ അവിടെ നിൽപ്പുണ്ട് കുറച്ച് സ്റ്റാഫുകളുമായിട്ട്. അവരാണ് ആദില, നൂറ, സാബുമാൻ, ഇവരൊക്കെ. ബിന്നി, ലക്ഷ്മി, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓണറായിട്ട് വന്നിരിക്കുന്നത് അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അയാൾ നല്ലതായിട്ട് എല്ലാവരും എന്ത് ചെയ്താലും എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിൽ ഭയങ്കര വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. സാബു പറയുന്നുണ്ട് ഒരു കശ്മലൻ. അങ്ങനെ നല്ല സുന്ദരിയായ ഒരു അനിമോളെന്ന് പറഞ്ഞ ആ പെൺകുട്ടി അകത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും അവളെ ശ്രദ്ധിക്കുകയാണ്. അവൾ എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടേക്ക് കയറി വരികയാണ്, മാനേജർ. ആ ക്യാരക്ടറിൻ്റെ പേരാണ് നെവിൻ. ആ നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പെൺകുട്ടിയെ ഇഷ്ടമാവും. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, നാട്ടിലെവിടാന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എല്ലാം സംസാരിക്കുന്നുണ്ട് നെവിൻ. എന്നിട്ട് ഓണറുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്, ജോലിക്ക് വന്നതാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആ ഓണർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അത് ആ സെക്യൂരിറ്റിക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും വിഷമമാവുന്നു. ഒരുപാട് രാത്രി ആയതിനു ശേഷം അതിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ പോകണമായിരുന്നു, ഇവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നാളെ വന്നാൽ മതിയെന്ന്. അപ്പോഴത്തേനും ഒരുപാട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അനിമോൾ എങ്ങോട്ട് പോകാൻ? അപ്പോഴാണ് സെക്യൂരിറ്റി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ വരൂ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ രണ്ടുപേരുടെ മത്സരമാണ്. അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഭയങ്കര ചിരിയാണ്. നമ്മുടെ സാബു ഇരുന്നിട്ട് ഓരോ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും നോട്ടം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ലാസ്റ്റ് നെവിൻ പറഞ്ഞ്, ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് നെവിൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഹോസ്റ്റലിൽ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഈ കമ്പനിയിൽ തന്നെ 2 സ്റ്റാഫുമാർ അവിടെ ഉണ്ട്. അതാണ് ബിന്നിയും ലക്ഷ്മിയും. അവൾമാർ നോക്കുന്നു, ഇവൾ ഇച്ചിരി മുമ്പേ നമ്മുടെ കമ്പനിയിൽ വന്നതല്ലേ, അവൾമാർക്ക് കുശുമ്പാവുന്നു. പക്ഷേ അവിടെ 2 പൂമ്പാറ്റകളുണ്ടായിരുന്നു, ഒന്ന് ആദിലയും നൂറയും. അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഒരു കാരണവശാലും വിഷമിക്കേണ്ട, നാളെ നമുക്കിത് സെറ്റാക്കാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവർ 3 പേരുമായിട്ട് പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് ഈ നെവിൻ കാറുമായിട്ട് വന്നു. ഈ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകളും ആ കാറിൽ കയറി. അങ്ങനെ എല്ലാവരും വിചാരിച്ച് എന്നെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ കുശും പഠിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ആ കാറിൽ കയറി. അപ്പം നമ്മുടെ സാബു ചോദിക്കുന്നുണ്ട്, തടിമില്ലിലെ ആൾക്കാരെല്ലാം കൂടെ കയറാൻ പറ്റിയ കാറാണോ, അത് എന്തൊരു കാറാണ്, 16 പേര് കയറുന്ന കാറാണോ എന്നും പറഞ്ഞ് അനിമോളെ കളിയാക്കുന്നുണ്ട്. സാർ നിൽക്കണം സാർ, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ സാറെന്ന് അനിമോൾ പറഞ്ഞിട്ട് വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഇവരെ കമ്പനി കൊണ്ടുവന്നപ്പം കമ്പനിയുടെ ഓണറിൻ്റെ മകനുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേര് ആര്യനെന്നാണ്. ആ ചെറുക്കൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ആരും കാണാതെ എന്നെ നോക്കുന്നു. അപ്പോൾ ആതിരെ നൂറയും പറഞ്ഞ്, മുതലാളിയുടെ കണക്കല്ല, മുതലാളിയുടെ മോൻ ഇച്ചിരി മനസ്സലിവുള്ളവനാണെന്ന് തോന്നുന്നു, എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞിട്ട് ഈ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് ആ മുതലാളിയുടെ മോനാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ വളയ്ക്കാൻ നോക്കുന്നുണ്ടെന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നെവിന് ഭയങ്കര കുശുമ്പാവുന്നു. അങ്ങനെ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ ആര്യന് എന്നെ വളയ്ക്കണമെന്നുള്ള ഇതുകൊണ്ട് കുറച്ച് ലവ് ട്രാക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ആ പെൺകുട്ടിക്ക് ആരെയും, അവർ രണ്ടുപേരും നെവിനെ മാത്രമാണ് ഇഷ്ടം. അങ്ങനെ ആര്യനെ ഇഷ്ടമല്ല. അപ്പം ആര്യനെന്ന ക്യാരക്ടറിന് തോന്നുന്നുണ്ട് എന്നെയാണോ അവൾക്ക് ഇഷ്ടം, നെവിന് തോന്നുന്നുണ്ട് എന്നെയാണോ ഇഷ്ടം. അങ്ങനെ രണ്ടുപേരും കൂടെ മത്സരമായി. എന്നാൽ ആ പെണ്ണിന് ഇഷ്ടം ആ നെവിനെന്ന് പറയുന്ന ക്യാരക്ടറിനെ ആയിരുന്നു. ആ പെൺകുട്ടി ആ നെവിനെന്ന് പറയുന്ന ക്യാരക്ടറിനെ കല്യാണം കഴിച്ചു. അവർ ആ ചെന്നൈയിൽ തന്നെ സെറ്റിലായി താമസിക്കുകയാണെന്ന് പറയുന്നതോടെ അനിമോളുടെ കഥ അവസാനിക്കുകയാണ്. അനിമോൾ ഈ കഥ പറയുന്ന സമയത്തെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവിന് ഭയങ്കരമായിട്ട് സന്തോഷമായി നെവിനെ അങ്ങനൊരു നല്ല കഥാപാത്രമായിട്ട് അനിമോൾ അവതരിപ്പിച്ചത്. കാരണം നെവിൻ കുറച്ച് മുന്നേ ഭ്രാന്തി എന്നുള്ളൊരു കഥ പറഞ്ഞ് അനിമോളെ ഒരുപാട് ആക്ഷേപിക്കുന്ന കണക്കുള്ള ഒരു കഥയാണ് നെവിൻ പറഞ്ഞത്. അത്രയും പറഞ്ഞതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അനിമോൾക്ക് കഥ പറയാനുള്ള ചാൻസ് കിട്ടുന്നത്. പക്ഷേ അനിമോൾ നെവിനെ എത്രമാത്രം നന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നെവിൻ്റെ മുഖത്തുണ്ട്. നെവിന് ആ കഥ തുടങ്ങി അവസാനിക്കുന്നവരെയും വളരെ സന്തോഷവാനായിട്ടാണ് കണ്ടത്.